ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് നമ്മൾ പലപ്പോഴും പല ടാക്കീസുകളിലും കേട്ട് പഴകിയ മെസ്സേജ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന മെസ്സേജ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ചിരിക്കേണ്ട ഒന്നാണോ പുകവലി? പുകവലി മാത്രമല്ല, പുകയിലയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. കാരണം പുകവലി കാരണം നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും പല വിധത്തിലുള്ള ക്യാൻസറുകളും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിക്കുന്ന കാലത്ത് അതൊരിക്കലും ഒരു പ്രശ്നമാവില്ല. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ ഓക്സിജൻ വെച്ചിരിക്കേണ്ട, വീട്ടിൽ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്ന് അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ആ പുകയില പ്രൊഡക്ട്സ്, അതായത് പുകവലി മാത്രമല്ല, പുകയില ചവക്കുന്നതോ അതേപോലെ മറ്റു പ്രൊഡക്ട്സ്, അതായത് സിഗരറ്റ്സ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാധനമാണ് സിഗരറ്റ്സ്. കാര്യം നമ്മളുടെ എല്ലാം പലപ്പോഴും യങ് ജനറേഷനായിട്ടുള്ളവരുടെ ഒരു വിചാരം സിഗരറ്റ് കാരണം പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം വലിക്കുന്നില്ലല്ലോ, വലിക്കുന്നത് കാരണമുള്ള ഒരു ടാതല്ലേ പ്രശ്നമുള്ളത്, നിക്കോട്ടിൻ ഒരിക്കലും ഒരു പ്രശ്നമാവുന്നില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ നിക്കോട്ടിൻ കാരണമുള്ള ദൂഷ്യഫലങ്ങളുമുണ്ട്. അത് കാരണവും നാളെ നിങ്ങൾക്ക് ഇതേപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഹൃദയരോഗങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെയും പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ മെസ്സേജ് ഉള്ളത് അൺമാസ്കിംഗ് ദ അപ്പീൽ, കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ്. ടുബാക്കോ പ്രൊഡക്ട്സിൻ്റെയോ അതല്ലെങ്കിൽ പുകവലിയുടെയോ ആ മാസ് അപ്പീൽ കുറയ്ക്കുക. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് പല രീതിയിലാണ് നമ്മളുടെ മുന്നിലെത്തുന്നത്. ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഇതെത്തുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ഇന്ന് നിങ്ങളറിയില്ല എന്നുള്ളതേ ഉള്ളൂ, നാളെ അത് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായി മാറിയേക്കത്.